എവ്രിവൺ, പൂജാസ് ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംശയിക്കേണ്ട, അഡീനിയം തന്നെയാണ് താരം. ഇന്ന് നമ്മൾ കുറച്ച് അഡീനിയംസിനെയും ബോഗൻവില്ലാസിനെയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ചൂടും മഞ്ഞും ഒക്കെയുള്ള സമയമായിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അതേസമയം തന്നെ നല്ല മഞ്ഞുണ്ട്. ഈ സമയത്ത് ഭയങ്കരമായ ഗ്രോത്തും ഫ്ലവറിങ്ങും ഒക്കെയുള്ള പ്ലാന്റ്സ് ആണ് ബോഗൻവില്ലാസും അഡീനിയംസും. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബോഗൻവില്ലാസിനെയും അഡീനിയംസിനെയുമാണ്. എല്ലാ വീടുകളിലും ഇപ്പോൾ ചെന്ന് നോക്കിയാലും മിക്ക വീടുകളിലും ഒരു ബോഗൻവില്ല കാണും. മിക്കതും കോമൺ കളേഴ്സൊക്കെ ആയിരിക്കും, എന്നാലും ബോഗൻവില്ല പൂത്തു നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാവരുടെയും ഒന്നും വീടുകൾ കാണാൻ ചാൻസ് ഇല്ലാത്ത ഭയങ്കര അട്രാക്റ്റീവ് കളേഴ്സുള്ള നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിനൊക്കെ ചേരുന്ന രീതിയിൽ നിറയെ പൂത്തു വിടർന്നിങ്ങനെ ബോഗൻവില്ലാസ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് വെറൈറ്റി ബോഗൻവില്ലാസുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 8 വെറൈറ്റീസ് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബോഗൻവില്ലാസിൽ. ഈ കാണുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊന്നും ആഡ് ചെയ്യാത്ത ബോഗൻവില്ലാസാണ്. നോക്കിക്കേ, എല്ലാ പ്ലാന്റ്സും പൊതുവെ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകാറുണ്ട്, പക്ഷേ എപ്പോഴും ബോഗൻവില്ലാസ് അപ്ഡേറ്റഡ് ആണ്. എത്ര കാലം കഴിഞ്ഞാലും ഒരു വീടിന് മുന്നിൽ ബോഗൻവില്ല പൂത്തു നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ പോയി നോക്കും. നമ്മുടെ നാട്ടിലൊക്കെ ബോഗൻവില്ലാസിനെ വിളിക്കുന്ന ഒരു നാടൻ പേരുണ്ട് കേട്ടോ, കടലാസ് ചെടി. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒടിച്ചുകൊണ്ട് വന്ന് വെക്കുന്ന കടലാസ് ചെടികളാണ് വലിയ വലിയ ബോഗൻവില്ല പ്ലാന്റ്സ് ആയിട്ട് പിന്നീട് വളർന്ന് നിറയെ ഫ്ലവേഴ്സുമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മഹാരാജ എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ ഒരു നാടൻ വെറൈറ്റി ഉണ്ട്, പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ഇതല്ല. ആൻഡ് ലേഡി മേരിയൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ളതാണ്. സൺസെറ്റ് ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് പോയി കഴിഞ്ഞാലും വെരിഗേറ്റഡ് ലീവ്സ് ആയതുകൊണ്ട് ലീവ്സിനൊരു ഡിസൈനൊക്കെ ഉണ്ടായതുകൊണ്ട് അത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഓരോ ബോഗൻവില്ലാസിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഗൻവില്ല ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ആ ബോഗൻവില്ലയുടെ പേര് കൊടുത്തിട്ടുണ്ട്, റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഇൻ കേസ് നമ്മൾ വാട്സപ്പ് ചെയ്ത മെസ്സേജ് നിങ്ങൾ കാണാൻ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളത് നോട്ട് ചെയ്യും. എന്തായാലും സാധാരണ വാട്സപ്പ് മെസ്സേജസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്യാതെ വിടാറില്ല, എല്ലാം റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ മാത്രം നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ലീവ്സ് നോക്കിക്കേ, വെരിഗേറ്റഡ് ആണ്. ഇതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത്രയും സീസൺസിൽ ബാക്കി എല്ലാ പ്ലാന്റ്സും നിരന്ന് പിടിച്ച് നിന്നുണ്ടാക്കിയ ആ ഒരു ഓളം ബോഗൻവില്ല ഒറ്റയ്ക്ക് തട്ടിയെടുത്ത് കളയും അതിൻ്റെ സീസണിൽ. അതായത് മറ്റേത് ചെടിയിൽ പൂക്കളുണ്ടായി നിന്നാലും ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ബോഗൻവില്ലാസ് നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാനാണ്. ശരിക്കും ഭംഗിയാണ് കേട്ടോ, ചെടി കാണാത്ത രീതിയിൽ പൂ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുവരെ ബോഗൻവില്ലാസ് വാങ്ങിച്ചവരെല്ലാം നമുക്കൊന്ന് കമൻറ്റ്സ് ഇടണേ, നിങ്ങളുടെ പ്ലാൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ. നേരത്തെ വീഡിയോസിലെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും കമൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണേ, എങ്കിൽ മാത്രമേ നമ്മളുടെ ചെടിക്കടയെ പറ്റിയിട്ടുള്ള ഒരു വിശ്വാസ്യത കസ്റ്റമേഴ്സിനിടയിൽ കൂടുകയുള്ളൂ. ഇവർ ഈ വിലയ്ക്ക് എന്തിനീ ചെടി വിൽക്കുന്നു എന്നുള്ള സംശയം മാറുകയുള്ളൂ. ആൻഡ് കിട്ടുന്നവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള അവരുടെ ആ ഡൗട്ട് മാറുകയുള്ളൂ. സോ എല്ലാവരും നമുക്ക് കമൻസൊക്കെ ഇടണേ. പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ബോഗൻവില്ലാസ് വാങ്ങിച്ച് നടുന്നതിന് മുന്നേ നമ്മളോടൊന്ന് പേഴ്സണലി സംസാരിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ബോഗൻവില്ല പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് ബാഗ്സിലാണ്. സോ നമ്മൾ ഭയങ്കര സേഫ്റ്റി ഉള്ള രീതിയിലാണ് പൊതിഞ്ഞ് അയക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ തന്നെ അറിയാം, വേര് ഇളകാതെ ഭയങ്കര സേഫായി ഡബിൾ പാക്കിങ് ചെയ്താണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഈ അയക്കുന്ന ബോഗൻവില്ലാസിനെ നിങ്ങൾ വീട്ടിൽ കിട്ടിയാൽ ഉടനെ തന്നെ അതിന് വേരുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ടും അതുപോലെ ഇത് എങ്ങനെ ഇങ്ങനെ പിടിച്ചു എന്നറിയാനായിട്ടും ഒക്കെ ആ വേര് ഇളക്കി നോക്കിയാൽ അത് പന്നലായി പോയില്ലേ. സോ അതെന്താ ചെയ്യേണ്ടതെന്നറിയോ, ഒരു പ്രത്യേകതരം ക്ലേ പോലത്തെ സാൻഡിലാണ് നമ്മളത് അയക്കുന്നത്. സോ ആ ക്ലേ പോലത്തെ ആ മണ്ണ് പോകാതെ തന്നെ നിങ്ങളൊരു ചട്ടി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴി എടുക്കുക, എന്നിട്ട് അതിൽ നിറയെ ഇളകിയ മണ്ണിടുക. ഒത്തിരി വെള്ളം നിൽക്കുന്നത് വേണമെന്നില്ല, കുറച്ച് ഇളകിയ മണ്ണിടുക. എന്നിട്ട് ഇത് ബാഗ് കീറി ബാഗിനുള്ളിലെ ഈ ബോഗൻവില്ല അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക. അല്ലാതെ ഈ ബോഗൻവില്ലയിൽ നമ്മൾ തന്നുവിടുന്ന ആ മണലെല്ലാം എടുത്ത് കളഞ്ഞ് വേര് മാത്രമാക്കി വെച്ചാൽ നമുക്കാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടല്ലേ. പുതിയൊരു വീട്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മളെ വെച്ചാൽ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ ചിലപ്പോൾ വാടിപ്പോവും. സോ ആരും ഇങ്ങനെ മണ്ണ് ഇളക്കി കളയല്ലേ. ഇപ്പം അതിൻ്റെ ഡൗട്ട് മാറിയില്ലേ. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് കാണിക്കാനുള്ളത് നമ്മുടെ അഡീനിയംസിനെയാണ്. അഡീനിയംസ് എപ്പോഴും നമുക്ക് ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അഡീനിയംസിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കാൻ കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് നശിപ്പിച്ച് കളയരുതേ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നല്ല പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത്. ഇതുവരെ കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഡീനിയം വെറൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അഡീനിയം വെറൈറ്റി ഏതാണോ അതിൻ്റെ നമ്പർ ഒന്നെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ട് 363.
383 ഈ നമ്പർ അനുസരിച്ച് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മൾ ആ പ്ലാന്റ് തന്നെ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അഡീനിയംസിൻ്റെ വില അറിയണ്ടേ? 400 താഴേക്ക് നമ്പറുള്ള 363 ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാൻസിനും വില 125 രൂപയാണ്. അതായത് 1 മുതൽ 399 വരെ നമ്പറുള്ള എല്ലാ പ്ലാൻസിനും 125 രൂപയാണ്. അതിനുള്ളിലൊരു എക്സെപ്ഷണൽ കേസ് വരുന്നത് 363 എന്ന് പറയുന്ന പ്ലാന്റിനാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ഇലയും ഒക്കെ റെഡാണ്. അതുകൊണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടും. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, 175 രൂപയേ അതിനേ ഉള്ളൂ. പിന്നെ ഈ 363 അതുപോലെ 400 മുതൽ മുകളിലോട്ടുള്ള എല്ലാ പ്ലാൻസിനും ഇപ്പോൾ ഈ പറഞ്ഞ റേറ്റ് തന്നെയാണ്, 175 രൂപ. റേറ്റ് കൂടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും സാധാരണ സെല്ലേഴ്സിനെ പോലെയൊക്കെ 400-500 പറയുമെന്നല്ലേ. അത്രയൊന്നുമില്ല, 175 രൂപ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇത് നോക്കിക്കേ, ബി 222, എ 171, ബി 206. ഇതെല്ലാം 399 അതിന് താഴോട്ടുള്ള നമ്പേഴ്സ് അല്ലേ, 400 താഴെയുള്ള നമ്പേഴ്സ് അല്ലേ. സോ ഇതിൻ്റെ എല്ലാം വില 125 രൂപ. ചില പ്ലാൻസ് ഉണ്ട് 363 എന്ന നമ്പറുള്ളൊരു പ്ലാന്റ്, പിന്നെ 400 മുതൽ മുകളിലേക്ക് നമ്പർ ഇട്ടിരിക്കുന്ന പ്ലാൻസ്, അതിന് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ 175 രൂപ വരുന്നത്. ഈ റേറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഇനിയൊരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ റീറ്റെയിൽ മാത്രമല്ല കേട്ടോ, നഴ്സറീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബൾക്കായിട്ടും ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന കുറച്ച് നഴ്സറീസ് ഉണ്ട്. അപ്പോൾ പുതിയതായി ഇങ്ങനെ ആരെങ്കിലും നഴ്സറിക്കാർക്ക് ഇതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ചില പ്ലാന്റ്സിനൊക്കെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്, ചിലതിന് ഫ്ലവേഴ്സ് ആവാറായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 3 മാസത്തിനുള്ളിൽ എന്തായാലും ഫ്ലവേഴ്സൊക്കെ വരും. അതിനാവശ്യമുള്ള വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ എന്തായാലും ഫ്ലവേഴ്സൊക്കെ വരും. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെയോടുകൂടി വിൽക്കുന്ന അടീനിയം ഒന്നും ഈ റേറ്റിന് കിട്ടുകയില്ല. പിന്നെ അഡീനിയം യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ കുറച്ച് അതെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് സാഫ് യൂസ് ചെയ്യുക, ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി, ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് സാഫ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ NPK വളം യൂസ് ചെയ്യുക. NPK നമുക്ക് പെട്ടെന്ന് ഫ്ലവറിങ്ങിനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ അഡീനിയംസിനെ പറ്റി. പ്രൂണിങ്ങിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെല്ലാം വേഗം വന്ന് നമുക്ക് മെസ്സേജ് അയച്ചേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഡൗട്ടും വേണ്ട, മടിച്ച് നിൽക്കേ വേണ്ട, വേഗം വന്ന് നമുക്ക് മെസ്സേജ് അയച്ചോളൂ. ഞാൻ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. താങ്ക്